രാത്രി 2 മണിക്ക് 3 മണിക്ക് വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ എന്ന് ദിയയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. ഒക്കെ രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, ഇനി പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. അതുപോലെയാണ് സംസാരിക്കുന്നത്. ഞാൻ കണ്ടുപിടിച്ച ഉടനെ ഞാൻ ഇവരോട് സത്യം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അനിയത്തിമാരായിട്ടാണ്, ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, അനിയത്തിമാരായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എന്നോട് സത്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കോംപ്രമൈസിലോട്ട് വരാം. പക്ഷെ നിങ്ങൾ കള്ളം പറഞ്ഞാൽ എനിക്കത് നിയമത്തിന്റെ രീതിയിലോട്ട് പോകേണ്ട വരും എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, ചേച്ചി ഇതൊക്കെ നിയമത്തിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല, നമ്മൾ സത്യമാണ് പറയുന്നത്, വെറും ഒരു 500-2000 രൂപയ്ക്ക് നമ്മൾ എടുത്തിട്ടുള്ളൂ, അതിൽ കൂടുതൽ എടുത്തില്ല, അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞു ശരി, അപ്പൊ നിങ്ങൾക്ക് സത്യം പറയാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാനൊരു സ്റ്റോറി ഇടാം, ഇതുപോലെ കടയിൽ വന്ന് പർച്ചേസ് ചെയ്ത ആരെങ്കിലും വേറെ സ്റ്റാഫുകളുടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് പേയ്മെന്റ് കൊടുത്തോ എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഞാൻ ഇടാൻ പോവുകയാണെന്ന് പറഞ്ഞു. പറഞ്ഞതും ഈ 3 പേരും അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ നമ്പേഴ്സിൽ നിന്നും എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, കാലി വീഴാം, അങ്ങനെ ഒരു സ്റ്റോറി ഇടരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മള് ഒരു മിസ്റ്റേക്ക് ചെയ്തു. ആ മിസ്റ്റേക്ക് ചെയ്തിട്ട് നമ്മൾ സ്വയം അത് ജസ്റ്റിഫൈ ചെയ്യാൻ മറ്റൊരാളെ ബ്ലെയിം ചെയ്യുന്നതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത്. അതായത് 3 പേരും കൂടെ ഒരു സ്ഥാപനത്തിൽ നിന്ന് എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല, ബട്ട് ഒരുപാട് പൈസ മോഷ്ടിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ചോറുണ്ണാൻ സമ്മതിക്കില്ല, വറ്റ് വീണ വഴക്ക് പറയും, മുതലാളിയെ പോലെയാണ് പെരുമാറിയത്, പിന്നെ വീട്ടിലിരിക്കുന്ന അവരുടെ അമ്മ ഇവരെ ചീത്ത പറഞ്ഞു, ഇങ്ങനെയുള്ള കുറേ എക്സ്ക്യൂസസ് പറഞ്ഞ് ചെയ്തൊരു കാര്യത്തിനെ ഡൈവേർട്ട് ചെയ്യാനാണ് ഈ 3 പെൺകുട്ടികളും ശ്രമിക്കുന്നത്. ഇതിൽ നിന്ന് ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ എന്താ പറയുക, നല്ല രീതിയിൽ സമ്പാദിച്ച് മുന്നോട്ട് പോകണം. ചെറിയ കുട്ടികളായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും മനസ്സിലാക്കേണ്ട ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളുടെ ഫേമിൽ വർക്ക് ചെയ്യുന്നു, നമ്മൾ അയാളെ ചീറ്റ് ചെയ്യുന്നു, ഉറപ്പായിട്ടും യുൽ ഗെറ്റ് ദറ്റ്, എന്താ പറയുക, തിരിച്ച് നമുക്കതിന് കിട്ടും. അത് റിലീജിയസ് ആയിട്ടൊന്നും അല്ല ഞാൻ. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയെന്ന് എന്ത് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നത്. ഇപ്പോൾ ഈ ജാതിക്കാരുടെ ഇതൊക്കെ എന്തിനാ പറയുന്നത് എനിക്കറിയില്ല. കാര്യം ഇപ്പൊ എന്റെ അച്ഛൻ നായരും അമ്മ ഈഴവയാണ്, അപ്പൊ പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ജാതി പറയേണ്ട ആളായി. ഞാൻ ഏത് ജാതി എനിക്ക് അറിഞ്ഞൂടെ. നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷൻ, അതായത് ഈ പൈസ വെച്ചിട്ട് ഇവര് ഇപ്പൊ ഒരിക്കലും ദിയ അറിഞ്ഞില്ല, കൃഷ്ണകുമാർ അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല, എങ്കിലും ഇവർക്ക് ഒരിക്കലും ആ പൈസ മനസ്സമാധാനത്തോടു കൂടി സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും, അയ്യോ ഇത് എൻ്റെ പൈസയല്ല, ദിയാകൃഷ്ണയുടെ പൈസയാണ്, എൻ്റെ പൈസയല്ല, ദിയാകൃഷ്ണയുടെ പൈസയാണ്. അപ്പോൾ കുറേ പേര് പറയും, ഓ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിനെയും എല്ലാ ആൾക്കാരെയൊക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കണമല്ലോ എന്നൊക്കെ പറയും. അതൊന്നും ഇപ്പോൾ എൻ്റെ വിഷയമല്ല ഇവിടെ സംസാരിക്കേണ്ടത്. ഞാൻ ഈ ഒരു ടോപ്പിക് എക്സാമ്പിളായിട്ടാണ് പറയുന്നത്. പിന്നെ കുറേ കമൻസിൽ കണ്ടു, സ്വന്തം കമ്പനിയുടെ വരവ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവളെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന്. പലപ്പോഴും നമ്മൾ നമ്മൾ ഒരു ആ കുട്ടി പ്രഗ്നൻ്റ് ആണ് അല്ലേ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ച് ഒരാളെ നമ്മൾ കൂട്ടും. അപ്പോൾ നമുക്ക് അവരുടെ പുറത്തൊരു വിശ്വാസമുണ്ട്. ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് എനിക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം അവർ തെറ്റിച്ച് കഴിഞ്ഞാൽ ഞാൻ ഷാറ്റേർഡ് ആവും. അപ്പം നമ്മൾ ഒരുപാട് വിശ്വാസത്തോടു കൂടി ഒരാളെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അതിപ്പോൾ അവർ നോക്കിക്കോളും, നമ്മൾ ഡെലിഗേറ്റ് ചെയ്യും, ജോലി ഡെലിഗേറ്റ് ചെയ്യും ചിലപ്പോൾ അല്ലേ. നമ്മൾ വിശ്വസിക്കും നമ്മുടെ വീട്ടിൽ നമ്മളെ സഹായിക്കാൻ വരുന്ന ഒരു ചേച്ചിയും ഒക്കെ അവർ നമ്മൾ സ്വന്തം എന്താ പറയുക ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കൊടുത്തിട്ടുള്ള അതേ ആൾക്കാർ നമ്മുടെ പുറകെ പോയിട്ട് മോഷ്ടിച്ചിട്ട് പിന്നെ ആ ജാതി അധിക്ഷേപം ചെയ്താന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനി ഇവരെ ആരെങ്കിലും എവിടെയെങ്കിലും ജോലിക്ക് എടുക്കുമോ? ഇവരെ ഇനി എങ്ങനെ ആൾക്കാർ വിശ്വസിക്കുന്നത്? സോ ഇങ്ങനെ ഒരു കുട്ടിയെ ബ്ലെയിം ചെയ്ത്, ദിയാകൃഷ്ണനെ ബ്ലെയിം ചെയ്ത്, അതിനിപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കാതെ എത്രയും സ്മൂത്തായിട്ട് ഇതിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇഷ്യൂ മുഴുവൻ ഉണ്ടായപ്പോൾ I am so happy to see as a clinical psychologist, I am so happy to see such good parenting skills. കൃഷ്ണകുമാറിൻ്റെ ഒരു പാരൻറ്റിങ് സ്കില്ലും അമ്മയുടെ സിന്ധു അമ്മയുടെ ഒരു പാരൻറ്റിങ് സ്കില്ലും കാണുമ്പോൾ ഐ എം സോ ഹാപ്പി ടു സീ ദാറ്റ്. ഇത്രയും പ്രശ്നം ഉണ്ടാകുമ്പോഴും അവരൊരിക്കലും ഞങ്ങൾക്ക് പെൺകുട്ടികളാണ്, അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്, അല്ലാണ്ട് സിനിമയിൽ ഇത്രയധികം റോൾസ് അഹാനയ്ക്ക് ഒന്നുമില്ല. അവരുടെ വ്ളോഗിങ് വഴി അവരവരുടെ എന്താ പറയുക ഓൺട്രപ്രീനർഷിപ്പ് വഴി ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് മുഴുവൻ. അപ്പോൾ അതിൽ ആരും അസൂയപ്പെട്ടിട്ടും കാര്യമില്ല, ഒന്നും ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ ഈ 3 പേര്
ദിയ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ദിയയുടെ കല്യാണത്തിൻ്റെ സമയത്തും അങ്ങനെ പല ഫംഗ്ഷനിലും ഇവരൊക്കെ ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയും ദിയയോട് ഇൻറ്ററാക്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ പറയുന്ന അലിഗേഷനും ഇറ്റ്സ് ജസ്റ്റ് ഗ്യാസ് ലൈറ്റിങ്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ പൈസ എടുത്തതെന്ന് നേരിട്ട് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ് അതിൽ നിന്ന് വേണ്ട തെളിവുകളൊക്കെ കാണിച്ചു കൊടുത്ത് ഇതിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഇതൊരു പ്രശ്നമാക്കാതിരിക്കും. അല്ലെങ്കിൽ ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറാനേ പോകുള്ളൂ. ഓൾ ദി ബെസ്റ്റ് ദിയ കൃഷ്ണ ആൻഡ് ഫാമിലി. മേ ജസ്റ്റിസ് ബി വിത്ത് യു. ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഡോക്ടർ ഗായത്രീസ് വെൽനസ് ബേസ്. താങ്ക് യു.